ഹലോ, വെൽക്കം ടു റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രൊട്ടക്ട് യുവർ പീസ് ആൻഡ് യുവർ റിലേഷൻഷിപ്സ്, അതാണ് നമ്മുടെ ടൈറ്റിൽ അല്ലേ. ഞാൻ ഷോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ ബന്ധങ്ങളും സംരക്ഷിക്കൂ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം മിക്കപ്പോഴും തകർക്കുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാരണങ്ങളാണ്. നമ്മുടെ മനസമാധാനം തകർക്കുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ, അത് പല കാരണങ്ങൾ കൊണ്ടാവാം അല്ലെ. ചെറിയ ചില വാക്കുകളാകാം, ഒരു വാക്കാകാം, ഒരു മെസ്സേജ് ആകാം, ഒരു വിമർശനമാകാം, ഒരു തെറ്റിദ്ധാരണയാകാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് എത്ര ദിവസമാണല്ലേ നമ്മൾ ഉറങ്ങാതെയൊക്കെ കഴിച്ചു കൂട്ടുന്നത്. പക്ഷെ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് അറിയോ? നമ്മുടെ മനസമാധാനം നഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം ഉണ്ടായാലും ഒരു സന്തോഷവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല, മനസമാധാനം ഇല്ലെങ്കിൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മനസമാധാനം നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റുന്നത്, എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആകാതെ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. അവസാനം ഞാൻ പറയുന്ന ഒരു ചെറിയൊരു കഥ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാനായിട്ട് അത് സഹായിച്ചേക്കും. ആദ്യം നമുക്ക് നോക്കാം, സമാധാനം എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മിക്ക ആളുകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അവൻ എന്നെ വേദനിപ്പിച്ചു, അവൾ എന്നെ ബഹുമാനിക്കുന്നില്ല, അവരാണ് എൻ്റെ മനസമാധാനം തകർത്തത്. പക്ഷേ അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? സംഭവങ്ങൾ, കടന്നു പോകുന്ന സംഭവങ്ങളൊന്നും നമ്മളെ വേദനിപ്പിക്കുന്നില്ല, പക്ഷേ ആ സംഭവങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. മനസ്സിലായോ? ഒരു നെഗറ്റീവ് കമന്റ് 5 മിനിറ്റിൽ അത് അവസാനിക്കേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം ഫുൾ അതിങ്ങനെ കൊണ്ട് നടക്കും. ആ കൊണ്ട് നടക്കുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ബന്ധങ്ങൾ തകരുന്ന യഥാർത്ഥ കാരണം എന്താണെന്നറിയോ? ഒന്നാമതായിട്ട് അഹങ്കാരം, രണ്ടാമതായിട്ട് ക്ഷമിച്ചു കൊടുക്കാത്തത്, മാപ്പ് പറയാനായിട്ട് മടിക്കുന്നത്, മറ്റൊരാളെ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുന്നത്, നമ്മൾ അവരെ കേൾക്കാത്ത രീതിയിൽ നമ്മൾ വിധിയെഴുത്ത് നടത്തുന്നത്. ഈ കാരണങ്ങളാണ് ബന്ധങ്ങളെ തകർക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഒരു ബന്ധം ജയിക്കണോ, ഒരു വാദം ജയിക്കണോ എങ്കിൽ രണ്ടും ഒരേ സമയം എപ്പോഴും സാധിക്കണമെന്നില്ല അല്ലേ. ചിലപ്പോൾ ഞാൻ ശരിയാണ് എന്ന് തെളിയിക്കുന്നതിനേക്കാൾ ഈ ബന്ധം നിലനിൽക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിലാണ് വിജയം വരുന്നത്. ഒരു കഥ നോക്കിയാലോ. ഒരു ദിവസം ഒരു യുവാവ് വളരെ വിഷമത്തോടു കൂടി തന്റെ ഗുരുവിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവൻ ഗുരുവിനോട് പറയുകയാണ്, ഗുരുവേ, എന്റെ വീട്ടിൽ പ്രശ്നം, എന്റെ ഓഫീസിൽ പ്രശ്നം, സുഹൃത്തുക്കളുമായിട്ട് പ്രശ്നം, എല്ലാവരും എപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നു. ഗുരു ഒന്നും പറഞ്ഞില്ല. ഗുരു 2 കപ്പുകൾ എടുത്തു. ഒരു കപ്പില് ശുദ്ധമായ വെള്ളം, മറ്റൊരു കപ്പിൽ കുറച്ച് ചെളി കലർത്തിയ വെള്ളം. ശേഷം ഈ 2 കപ്പുകളും മേശപ്പുറത്ത് വെക്കുകയാണ്. എന്നിട്ട് ഗുരു ചോദിച്ചു, ഇപ്പോൾ നോക്കൂ, ഈ ചെളി കലർന്ന വെള്ളം പതിയെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഗുരു ശിഷ്യനോട് പറയാണ്, നീ ഇതിനെ ഇളക്കാൻ തുടങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അത് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങി. നമ്മുടെ മനസ്സും അതുപോലെയാണ്. ഓരോ വിമർശനത്തിനും, ഓരോ വാക്കിനും, ഓരോ പ്രശ്നത്തിനും നമ്മൾ വീണ്ടും വീണ്ടും പ്രതികരിക്കുകയാണെങ്കിൽ മനസ്സൊരിക്കലും തെളിയില്ല. ചിലപ്പോൾ പ്രതികരിക്കാതെ നിശബ്ദമായി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആ യുവാവ് അന്നൊരു കാര്യം മനസ്സിലാക്കി, പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കണമെന്നില്ല. ചില പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. നിങ്ങളുടെ മനസമാധാനം സംരക്ഷിക്കാനായിട്ട് ഒരു 5 മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ. ഒന്നാമതായിട്ട്, എല്ലാ കാര്യത്തിനും എപ്പോഴും പ്രതികരിക്കരുത്. ചില സമയത്ത് മൗനത്തിനാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരെയും സന്തോഷിക്കാനായിട്ട് ശ്രമിക്കണ്ട. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ, അത് സ്വാഭാവികമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുകളയാനായിട്ട് നമ്മൾ പഠിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ പ്രശ്നത്തിന് ഒരു 5 വർഷത്തിന് ശേഷം എന്തെങ്കിലും ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ?
ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തിനാ സമയം കളയുന്നേ? ആ 5 വർഷത്തിന് ശേഷം നമ്മുടെ ഓർമ്മയിൽ പോലും എത്താത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓർക്കുക, നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. അഞ്ചാമത്തെ കാര്യം, മോസ്റ്റ് പവർഫുൾ തിങ് എന്ന് പറയുന്നത് നന്ദി പറയുന്ന ഒരു മനസ്സിന്റെ ഉടമയായിട്ട് മാറുക. എപ്പോഴും നന്ദി പറയുക. നമുക്ക് ഉള്ളതിനോട് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും. ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓർത്തു നോക്കിയേ, നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബം സമാധാനം കിട്ടും അല്ലെ? കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാവും. നിങ്ങളുടെ ബന്ധങ്ങളും ശക്തമാകും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങളുടെ ജീവിതം മനോഹരമാകും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കുക. എന്റെ മനസ്സമാധാനം തകർക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ എന്റെ സമയം നൽകില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ റെഡിയാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. കാരണം മനസ്സമാധാനമുള്ള മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റിൽ ഒരൊറ്റ വാക്കും കൂടി നിങ്ങൾ എഴുതുക, സമാധാനം. ഐ ചൂസ് പീസ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മനസ്സമാധാനം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. നിങ്ങളുടെ ബന്ധങ്ങളെ, ആ ബന്ധങ്ങളുടെ വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെ സ്നേഹത്തോടെ തന്നെ സംരക്ഷിക്കുക. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മനസ്സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ്. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. Thank you so much for watching my video. See you soon. Thank you. Bye.